ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 23, വിശുദ്ധ ജോർജിന്റെ തിരുനാൾ. ഏഷ്യാ മൈനറിൽ കപ്പദോക്കിയായിൽ കുലീനരുടെ മാതാപിതാക്കളുടെ മകനായിരുന്ന ജോർജ് പിതാവിൻ്റെ മരണശേഷം അമ്മയോടൊപ്പം പാലസ്തീനയിലേക്ക് പോയി. സൈന്യത്തിൽ ചേർന്ന് ഒരു ദൃഢഗാത്രനായ ഉന്നത ഉദ്യോഗസ്ഥനായി. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്തു. മതപീഡനം എതിർത്ത ജോർജ് ജയിലിലായി. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനാൽ രാജകിങ്കരന്മാർ ജോർജിന്റെ ശിരസ് ഛേദിച്ചു. ലിക്കഡോമിയായിലെ ക്രിസ്തുമത പീഡന വിളംബരം പറിച്ചു കളഞ്ഞ യുവാവ് വിശുദ്ധ ജോർജാണെന്ന് ലക്രാൻസിസ് സാക്ഷ്യപ്പെടുത്തുന്നു. കുതിരപ്പുറത്ത് വന്ന് പിശാചിനെ പരാജയപ്പെടുത്തി എന്നും കാളസർപ്പത്തെ കൊന്ന് രാജകുമാരിയെ രക്ഷിച്ചു എന്നും ഇറ്റലിക്കാർ വിശ്വസിക്കുന്നു. മഹാരക്തസാക്ഷിയെന്ന് ഗ്രീക്കുകാർ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ജോർജ് പല പൗരസ്ത്യ രാജ്യങ്ങളുടെയും മധ്യസ്ഥനാണ്. കോൺസ്റ്റാന്റിൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ ജോർജിന്റെ പേരിൽ 4 പള്ളികൾ സ്ഥാപിച്ചു. 6-ാം ശതാബ്ദം മുതൽ വിശുദ്ധ ഗ്രിഗറിക്ക് വിശുദ്ധ ജോർജിനോട് ഭക്തിയുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഫ്രാൻസിലെ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ ക്ലോവിസിന്റെ ഭാര്യ ക്ലോട്ടിൽഡ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. വിശുദ്ധ ജോർജിന്റെ മാടമ്പികൾ എന്ന പദവി 1330 എഡ്വേർഡ് തൃതീയൻ സ്ഥാപിച്ചിട്ടുണ്ട്. കുരിശുയുദ്ധക്കാരുടെയും കിഴക്കൻ സേനകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ ജോർജെ, പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്തുകൊള്ളണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.